ലണ്ടനിലെ തെരുവുകളിൽ മൂടൽമഞ്ഞും പുകയിലയുടെ ഗന്ധവും പടർന്നു നിൽക്കുന്ന ഒരു പുലർച്ചെ തൻ്റെ മുറിയിലെ കുഷ്യനുകൾക്കിടയിൽ ധ്യാനത്തിൽ എന്നതുപോലെ ഇരിക്കുന്ന ഷെർലക് ഹോംസ്. ഒരു പുതിയ രഹസ്യത്തിൻ്റെ പടിവാതിക്കലായിരുന്നു അദ്ദേഹം. പണക്കാരനായ നെവിൻ സെൻക്ലെയറിന് എന്ത് സംഭവിച്ചു? ആ വിരൂപനായ ഭിക്ഷക്കാരൻ എന്താണ് ഒളിപ്പിക്കുന്നത്? ഉത്തരങ്ങൾക്കായി നമുക്ക് ലണ്ടനിലെ ഇരുണ്ട ഇടവഴിയിലേക്ക് ഷെർലക് ഹോംസിനൊപ്പം സഞ്ചരിക്കാം. മുച്ചുണ്ടൻ്റെ കഥ, ദ മാൻ വിത്ത് ദ ട്വിസ്റ്റഡ് ലിപ്പ്, ഭാഗം 4. മിസ്സിസ് സെൻക്ലെയറിനോട് ആവശ്യമായ വിവരങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഷെർലക് ഹോംസ് എന്നോട് പറഞ്ഞു, വാട്സൺ, നമുക്കല്പം ആഹാരം കഴിച്ചിട്ട് വിശ്രമിക്കാം. കാരണം നാം നാളെ ആകെ തിരക്കിലായിരിക്കും. 2 കിടക്കകളുള്ള സൗകര്യപ്രദമായ ഒരു മുറി ഞങ്ങൾക്കായി ഒരുക്കിയിരുന്നു. ആ രാത്രിയിലെ സാഹസിക യാത്രയ്ക്ക് ശേഷം ഞാനാകെ തളർന്നിരുന്നു. അതിനാൽ പെട്ടെന്ന് പുതപ്പിനടിയിലായി. പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നം മനസ്സിലുണ്ടെങ്കിൽ പിന്നെ ദിവസങ്ങളോളം, ചിലപ്പോൾ ആഴ്ചകളോളവും വിശ്രമമില്ലാതെ വസ്തുതകൾ തിരിച്ചും മറിച്ചും ഷെർലക് ഹോംസ് പരിശോധിക്കും. എല്ലാ വീക്ഷണകോണുകളിൽ കൂടിയും നിരീക്ഷിച്ച് തൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയാവുന്നതുവരെ അദ്ദേഹം അടങ്ങിയിരിക്കില്ല. രാത്രി മുഴുവൻ കുത്തിയിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹമെന്ന് എനിക്ക് തോന്നി. കോട്ടും കുപ്പായവുമൊക്കെ ഊരിമാറ്റിയ അദ്ദേഹം വലിയ നീല ഗൗണെടുത്തിട്ടു. മുറിക്കുള്ളിലൂടെ നടന്ന് കിടക്കയിൽ നിന്നും തലയണകളും സോഫയിൽ നിന്നും കസേരയിൽ നിന്നും കുഷ്യനുകളും ശേഖരിച്ചു. ഇവയൊക്കെ കൊണ്ട് അദ്ദേഹം കിഴക്കൻ രാജ്യങ്ങളിലുള്ള മാതിരി ഒരു ശയനമഞ്ചമൊരുക്കി. എന്നിട്ട് അതിനു മീതെ ചമ്രം പടഞ്ഞിരുന്നു. ഒരൗൺസ് പരുക്കൻ പുകയിലയും ഒരു കൂട് തീപ്പെട്ടിയും മുമ്പിൽ വച്ചു. വിളക്കിൻ്റെ മങ്ങിയ പ്രകാശത്തിൽ പഴയ ബ്രയർ പൈപ്പും ചുണ്ടിൽ വെച്ച് മച്ചിൻ്റെ ഒരു മൂലയിലേക്ക് കണ്ണും നട്ട് നീല പുകച്ചുരുൾ ഉയരുമ്പോൾ നിശബ്ദനായി അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. പിന്നെ പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. അപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. വേനൽക്കാല സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ അപ്പോഴും പൈപ്പുണ്ടായിരുന്നു. പുകച്ചുരുൾ മേലോട്ടുയർന്നിരുന്നു. മുറിയിലാകെ മൂടൽമഞ്ഞ് പോലെ പുക തങ്ങി നിന്നിരുന്നു. തലേ രാത്രിയിൽ കൂട്ടിവെച്ചിരുന്ന പുകയില അപ്രത്യക്ഷമായിരുന്നു. ഗുഡ് മോർണിംഗ് വാട്സൺ, ഉണർന്നോ? ഉവ്, ഗുഡ് മോർണിംഗ് ഹോംസ്. രാവിലെ ഒരു വിനോദയാത്രയ്ക്കുണ്ടോ? തീർച്ചയായും. എങ്കിൽ വേഗം വസ്ത്രം മാറി വരൂ. ആരും ഇതേവരെ ഉണർന്നിട്ടില്ല. എങ്കിലും ലായത്തിലെ പയ്യൻ ഉറങ്ങുന്നത് എവിടെയാണെന്ന് എനിക്കറിയാം. താമസിയാതെ ഈ കേസിൻ്റെ കുരുക്ക് നമുക്ക് കഴിക്കാം. പറയുന്ന മാത്രയിൽ അദ്ദേഹം സ്വയം അമർത്തി ചിരിച്ചു. ആ കണ്ണുകൾ തിളങ്ങി. തലേ രാത്രിയിലെ മ്ലാനവതനായ ചിന്തകനിൽ നിന്നും വ്യത്യസ്തനായൊരു മനുഷ്യനായിരുന്നു ഹോംസ് അപ്പോൾ. ഡ്രസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വാച്ചിൽ നോക്കി. ആരുടെയും അനക്കമില്ലാത്തതിൽ അത്ഭുതമില്ല. 4:20 ആയിട്ടുള്ളൂ. ഞാൻ കഷ്ടിച്ച് ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഹോംസ് മടങ്ങി വന്ന് ലായത്തിലെ പയ്യൻ കുതിരയെ കെട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കെൻ്റെ ഒരു സിദ്ധാന്തത്തെക്കുറിച്ച് പരീക്ഷണം നടത്താനുണ്ട്. ബൂട്ടുകൾ വലിച്ചു കയറ്റിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. യൂറോപ്പിലെ പമ്പര വിഡ്ഢികളിൽ ഒരുത്തൻ്റെ മുമ്പിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു വാട്സൺ. ഇവിടെ നിന്ന് ചാരിക്രോസ് വരെ എന്നെ തൊഴിക്കേണ്ടതാണ്. എങ്കിലും സംഗതിയുടെ താക്കോൽ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. അത് കൊള്ളാലോ ഹോംസ്, അതെവിടെയാണ്? ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. കുളിമുറിയിൽ, അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു. കുളിമുറിയിലോ? വിശ്വാസം വരാത്ത മട്ടിലുള്ള എൻ്റെ നോട്ടം കണ്ട് അദ്ദേഹം തുടർന്നു. ഓ ശരിയാണ്, ഞാൻ തമാശ പറയുകയല്ല. ഞാനിപ്പോൾ കുളിമുറിയിലായിരുന്നു. അത് അവിടെ നിന്നെടുത്ത് ഈ ഗ്ലാസ്റ്റൺ ബാഗിൽ ഇട്ടിട്ടുണ്ട്. വരൂ, അത് താഴേന് ചേരുമോ എന്ന് നോക്കാം. കഴിവുള്ളത്ര വേഗം ഞങ്ങൾ താഴേക്കും അവിടെ നിന്ന് സൂര്യപ്രകാശമാർന്ന പ്രഭാതത്തിലേക്കും കടന്നു. വഴിയിൽ കുതിരയും വണ്ടിയും കിടന്നിരുന്നു. ലായത്തിലെ പയ്യൻ അർദ്ധനഗ്നനായി അതിൻ്റെ തലക്കൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഹോംസും ഞാനും വണ്ടിയിൽ ചാടിക്കയറി ലണ്ടൻ റോഡിലൂടെ കുതിരയെ പായിച്ചു. പച്ചക്കറിയുമായി പട്ടണത്തിലേക്ക് നീങ്ങുന്ന ചില വാഹനങ്ങൾ നിരത്തിലുണ്ടായിരുന്നു. എങ്കിലും ഇരുവശങ്ങളിലുമുള്ള ബംഗ്ലാവുകൾ നിശ്ചലവും നിർജീവവുമായിരുന്നു. സ്വപ്നത്തിൽ മയങ്ങുന്ന ഒരു നഗരം പോലെ. ചില കാര്യങ്ങളിൽ ഇതൊരു അസാധാരണമായ കേസാണ്. വേഗത്തിൽ കുതിരയെ പായിച്ചുകൊണ്ട് ഷെർലക് ഹോംസ് പറഞ്ഞു. ചിതലിനെ പോലെ ഞാനൊരു അന്ധനായിരുന്നുവെന്ന് സമ്മതിക്കുന്നു. എങ്കിലും ഒരിക്കലും വിവേകം ഉദിക്കാതിരിക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ വൈകിയാണെങ്കിലും വിവേകമുണ്ടാകുന്നത്. സറി സൈഡിലൂടെ ഞങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നേരത്തെ ഉറക്കമുണർന്നവർ ഇരുവശത്തെയും ജനലുകളിലൂടെ നോക്കുന്നത് കണ്ടു.
വാട്ടർലോ ബ്രിഡ്ജ് റോഡ് പിന്നിട്ട് നദിയും കടന്ന് ഞങ്ങൾ വെല്ലിംഗ്ടൺ തെരുവിലേക്ക് വണ്ടി വിട്ടു. വലത്തോട്ട് തിരിഞ്ഞ് ബോസ് സ്ട്രീറ്റിലെത്തി. ഷെർലക് ഹോംസ് പോലീസുകാർക്കും സുപരിചിതനായിരുന്നു. അതിനാൽ വാതിക്കൽ നിന്നിരുന്ന 2 പോലീസുകാർ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തു. ഒരാൾ കുതിരയെ പിടിച്ചപ്പോൾ അവരൻ ഞങ്ങളെ അകത്തേക്ക് ആനയിച്ചു. ആരാണ് ഡ്യൂട്ടിയിൽ? ഹോംസ് ചോദിച്ചു. ഇൻസ്പെക്ടർ ബാഡ്സ്ട്രീറ്റ് സാർ. ആ, ബാഡ്സ്ട്രീറ്റ് എങ്ങനെയുണ്ട്? നീണ്ട് കരുത്തനായ ഒരു ഓഫീസർ കല്ലുപാകിയ പടവിറങ്ങി വന്നു. അദ്ദേഹം അലങ്കാരപ്പണികളുള്ള കുപ്പായവും തൊപ്പിയും ധരിച്ചിരുന്നു. താങ്കളുമായി ഒരു കാര്യം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബാഡ്സ്ട്രീറ്റ്. തീർച്ചയായും മിസ്റ്റർ ഹോംസ്, എൻ്റെ മുറിയിലേക്ക് വന്നോളൂ. ഒരു ചെറിയ ഓഫീസ് മുറി. മേശയിൽ കുറച്ച് ഫയൽ ഇരിപ്പുണ്ട്. ഭിത്തിയിൽ നിന്നും തള്ളി നിൽക്കുന്ന ടെലിഫോണും. ഇൻസ്പെക്ടർ മേശയ്ക്കരികിലിരുന്നു. ഷെർലക് ഹോംസ്, ഞാൻ എന്ത് സഹായമാണ് താങ്കൾക്ക് ചെയ്തു തരേണ്ടത്? ഇൻസ്പെക്ടർ, ഇവിടെ ബൂൺ എന്നൊരു യാചകനെ തടവിലാക്കിയിട്ടില്ലേ? അവനെ സംബന്ധിച്ച കാര്യത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത്. താങ്കൾക്കറിയാമെന്ന് തോന്നുന്നു, ലീയിലെ മിസ്റ്റർ നെവിൻ സെൻക്ലെയറിൻ്റെ തിരോധാനത്തോട് ബന്ധപ്പെട്ട് ചാർജ് ചെയ്യപ്പെട്ട ആ ആളില്ലേ? ഓ, അയാളോ? അയാളെ കൊണ്ടുവന്ന് കൂടുതൽ അന്വേഷണത്തിനായി തടവിൽ വെച്ചിട്ടുണ്ട്. ഞാനും അങ്ങനെ കേട്ടു. അയാൾ ഇവിടെ ഉണ്ടോ ഇപ്പോൾ? ഉവ്, ജയിലറയിലുണ്ട്. അയാൾ ശാന്തനാണോ? ഓ, ഒരു ശല്യവും ചെയ്യില്ല. എന്നാൽ അവനൊരു വൃത്തികെട്ട തെമ്മാടിയാണ്. വൃത്തികെട്ട തെമ്മാടിയോ? അതെ ഹോംസ്, ഞങ്ങൾക്കാകെ സാധിച്ചത് അവൻ്റെ കൈകൾ കഴുകാൻ മാത്രമാണ്. തകരപ്പണിക്കാരൻ്റെ പോലുള്ള കറുത്ത മുഖം. അവൻ്റെ കേസൊന്ന് തീർന്നു കഴിഞ്ഞിട്ട് വേണം അവനെ ഒന്ന് കുളിപ്പിച്ചെടുത്താൽ. അവനെ കണ്ടാൽ അവനത് അത്യാവശ്യമാണെന്ന് നിങ്ങളും സമ്മതിക്കും. എനിക്ക് അയാളെ ഒന്ന് കാണാൻ വളരെ ആഗ്രഹമുണ്ട്. ഓ, അത് എളുപ്പം സാധിക്കാം. ഹോംസ്, ഈ വഴി വരൂ. ബാഗ് വേണേ അവിടെ വെക്കാം. വേണ്ട, ഞാനത് എടുത്തുകൊള്ളാം. വളരെ നല്ലത്. ഇതിലെ വരൂ ഹോംസ്. താഴേക്കുള്ള ഒരു വഴിയിലൂടെ ഞങ്ങളെ നയിച്ച അദ്ദേഹം അടച്ചിട്ട ഒരു വാതിൽ തുറന്ന് വളഞ്ഞ പടികൾ കടന്ന് ഇരുവശങ്ങളിലും വാതിലുകളുള്ള വെള്ളപൂശിയ ഒരിടനാഴിയിൽ ചെന്നു ചേർന്നു. വലതുവശത്ത് 3-ാമത്തേതാണ് അവൻ്റെ മുറി. ഇൻസ്പെക്ടർ പറഞ്ഞു. ഇതാ ഇവിടെ ഉണ്ട്. വാതിലിന് മുകളിലെ ഒരു ചട്ടപ്പലക പതുക്കെ പുറകോട്ട് തട്ടിയിട്ട് അതിലൂടെ നോക്കി അദ്ദേഹം പറഞ്ഞു. ആ, അവൻ ഉറങ്ങുവാണ്. നിങ്ങൾക്ക് ശരിക്കും കാണാം. ഞങ്ങൾ 2 പേരും അഴിക്കിടയിലൂടെ നോക്കി. ഞങ്ങൾക്ക് അഭിമുഖമായി തലവെച്ച് ദീർഘമായി ശ്വസിച്ചുകൊണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു അയാൾ. തൊഴിലിന് അനുയോജ്യമാം വണ്ണം കീറിപ്പറഞ്ഞ കോട്ടും അതിനടിയിൽ നിറമുള്ള ഷർട്ടും അയാൾ ധരിച്ചിരുന്നു. ഏറെ വണ്ണമോ പൊക്കമോ ഇല്ലാത്ത ഇടത്തരം മനുഷ്യൻ. ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ അത്യന്തം വൃത്തികെട്ടവൻ. മറ്റുള്ളവർക്ക് ഒറ്റ നോട്ടത്തിൽ വെറുപ്പുളവാക്കുന്ന മുഖം. മുഖം നിറയെ കരിയും അഴുക്കും പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതുകൂടാതെ കണ്ണു മുതൽ താടി വരെ നീണ്ടു കിടക്കുന്ന ഏതോ പഴയ പരിക്കിൻ്റെ പാട്. അതിൻ്റെ സങ്കോചത്താൽ മേൽച്ചുണ്ടിൻ്റെ ഒരു വശം കോടിയിരുന്നു. അതിനാൽ 3 പല്ലുകൾ സ്ഥിരമായി ഇളിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നും. നല്ല തിളക്കമുള്ള ചുവന്ന തലമുടി. അയാളുടെ നെറ്റിയിലേക്കും കണ്ണിലേക്കും അത് വീണു കിടന്നിരുന്നു. അവനൊരു സുന്ദരനാണ് അല്ലേ ഹോംസ്? ഇൻസ്പെക്ടർ ചോദിച്ചു. ഇൻസ്പെക്ടർ, നിങ്ങൾ പറഞ്ഞതുപോലെ തീർച്ചയായും അയാൾക്കൊരു കുളി ആവശ്യമാണ്. അവനത് വേണ്ടിവരുമെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. അതിനാൽ അതിനാവശ്യമായ ഉപകരണങ്ങളുമായിട്ടാണ് ഞാൻ വന്നത്. ഷെർലക് ഹോംസ് തൻ്റെ കയ്യിലിരുന്ന ബാഗ് ഉയർത്തിക്കാട്ടി. ഷെർലക് ഹോംസിൻ്റെ സംസാരവും പ്രവൃത്തിയും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു നിൽക്കെ അദ്ദേഹം ബാഗ് തുറന്ന് ഒരു വലിയ സ്പോഞ്ച് പുറത്തെടുത്തു. നിങ്ങളൊരു വലിയ രസികൻ തന്നെ. ഇൻസ്പെക്ടർ കുലുങ്ങിച്ചിരിച്ചു. ആ വാതിൽ വളരെ പതുക്കെ ഒന്ന് തുറക്കാമെങ്കിൽ നമുക്ക് ഇയാൾക്ക് കുറെ കൂടി മാന്യമായൊരു രൂപം നൽകാം. എന്തുകൊണ്ട് പാടില്ല, ഞാൻ തയ്യാറാണ്. ഇൻസ്പെക്ടർ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു. അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന താക്കോൽ പൂട്ടിലിട്ട് തിരിച്ചു. ഞങ്ങളെല്ലാം വളരെ പതുക്കെ മുറിക്കുള്ളിൽ കടന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് പകുതി ഒന്ന് തിരിഞ്ഞിട്ട് ഉറക്കക്കാരൻ വീണ്ടും നീണ്ട ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഷെർലക് ഹോംസ് ജഗ്ഗിനുള്ളിൽ വെള്ളത്തിൽ മുക്കി സ്പോഞ്ച് നന്നായി നനച്ചു. തലങ്ങനെയും വിലങ്ങനെയും തടവുപുള്ളിയുടെ മുഖത്ത് 2 തവണ ശക്തിയായി തൂത്തു. എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. കെൻ കൗണ്ടിലുള്ള ലീയിലെ മിസ്റ്റർ നെവിൻ സെൻക്ലെയറിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത്തരമൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. ഒരു മരത്തിൻ്റെ തൊലി പോലെ ആ മനുഷ്യൻ്റെ മുഖം സ്പോഞ്ച് കൊണ്ട് തൂത്തപ്പോൾ ഉരിഞ്ഞു പോന്നു. തവിട്ട് കരിനിറമൊക്കെ പോയി. കൂടെ മുഖത്തെ വികൃതമാക്കിയിരുന്ന ആ മുച്ചുണ്ടും തിണർത്ത പാടും പോയി.
കെട്ടുപിണഞ്ഞ ചുവന്ന തലമുടി പെട്ടെന്ന് പിടിച്ചു വലിച്ചപ്പോൾ പറഞ്ഞു പോന്നു. അതാ അവിടെ കിടക്കയിൽ വിളറിയ ദുഃഖമാർന്ന മുഖത്തോടെ പരിഷ്കൃതനെന്ന് തോന്നിക്കുന്ന കറുത്ത തലമുടിയും നേർമയുള്ള തൊലിയുമായി ഒരാൾ കണ്ണും തിരുമ്മി ഉറക്കച്ചടവോടെ അത്ഭുത പരതന്ത്രനായി നോക്കിയിരിക്കുന്നു. തൻ്റെ കള്ളി പുറത്തായെന്നറിഞ്ഞതോടെ ഒരു നീണ്ട നിലവിളിയോടെ അയാൾ മുഖം തലയണയിൽ അമർത്തി. ദൈവമേ, ഇത് തീർച്ചയായും ആ കാണാതായ മനുഷ്യനാണല്ലോ. ഫോട്ടോയിൽ നിന്ന് എനിക്ക് ഇയാളെ അറിയാം, ഇൻസ്പെക്ടർ പറഞ്ഞു. മുഖം മൂടികൾക്കും വേഷപ്പകർച്ചകൾക്കും പിന്നിലെ സത്യം മറനീക്കിക്കൊണ്ടുവരുവാൻ ഷെർലക് ഹോംസ് യാത്ര തുടരുന്നു. നമുക്ക് കാത്തിരിക്കാം.